ഹലോ, അനന്യാസ് ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ സോയാബീനാണ് ഉണ്ടാക്കുന്നത്. വൈകിട്ട് ചപ്പാത്തിയിലേക്ക് പത്തിരിയിലേക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സോയാബീൻ്റെ മസാലയായിട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിലേക്ക് ആവശ്യമുള്ള സാധനം എടുത്തത് ഞാൻ ഒരു വലിയ സവോളയാണ് എടുത്തത്, ഒരു വലിയൊരു തക്കാളി എടുത്തിട്ടുണ്ട്, ഒരു കാപ്സിക്കത്തിൻ്റെ പകുതി അതാണ് എടുത്തത്, പിന്നെ ഒരു 2 പച്ചമുളക്, പിന്നെ ഒരു 4 വെളുത്തുള്ളി കേട്ടോ. ഇതാണ് ഞാൻ ഇത്രയും അരിഞ്ഞ് വെച്ചതാണേ. അപ്പോൾ ഇതാ ചട്ടി ഓൾറെഡി ചട്ടിയിലാണ് ഉണ്ടാക്കുന്നത്, ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ എണ്ണ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് ഞാൻ ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നായിട്ട് ഇങ്ങനെ എടുത്ത് വഴറ്റാം കേട്ടോ. സവോള ഇട്ടിട്ടുണ്ട്. സവോള ഇട്ട് ഞാൻ നന്നായിട്ട് ഇളക്കി കൊടുക്കുകയാണേ. നന്നായിട്ട് വഴണ്ട് വരണം. അപ്പോൾ ലേശം എപ്പോഴും ഇടുന്ന പോലെ തന്നെ കുറച്ച് ഉപ്പിടുക, പെട്ടെന്ന് വഴണ്ട് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുറച്ച് ഉപ്പിടുക. ഇതൊന്ന് അടച്ചു വെക്കുമ്പോൾ കുറച്ച് സമയം കേട്ടോ. ഒന്ന് അടച്ചു വയ്ക്കാം. രണ്ട് മിനിറ്റ് കഴിഞ്ഞാൽ ഞാൻ പിന്നെയും ഒന്ന് തുറന്ന് നോക്കിയേ. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ബാക്കിയുള്ള തക്കാളിയൊക്കെ ചേർക്കാം. തക്കാളി കുറേ സമയം പിടിക്കുമെന്ന് പറയാറില്ലേ, അപ്പോൾ തക്കാളിയും കൂടെ ബാക്കിയുള്ളത് ഇടാം. തക്കാളിയും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയിടും. തക്കാളി ഒന്നും നല്ലപോലെ ആവട്ടെ, എന്നിട്ട് നടത്തി. അപ്പോൾ നമുക്കിതാ ഒന്ന് എന്തായെന്ന് തുറന്ന് നോക്കാം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ വേറൊരു പണിക്ക് പോയപ്പോഴേ ഇത് കരിഞ്ഞു പോയോ. അപ്പോൾ ഇതെന്തായി നമ്മൾ തുറന്ന് നോക്കി. അപ്പോൾ ഇതാ നന്നായിട്ട് തക്കാളിയൊക്കെ വഴണ്ട് വരുന്നുണ്ട് കേട്ടോ. നമുക്ക് ബാക്കിയുള്ള ഈ ക്യാപ്സിക്കും പച്ചമുളകും വെളുത്തുള്ളിയും കൂടി ഇടുക കേട്ടോ. അപ്പോഴേക്ക് നമ്മൾ ക്യാപ്സിക്കും പച്ചമുളകും വെളുത്തുള്ളിയും കൂടെ ചേർത്തു കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് നന്നായി വഴണ്ട് വരട്ടെ എല്ലാം കൂടെ. എന്നിട്ട് നമുക്കിതൊന്ന് അടച്ചു വയ്ക്കുക. അടച്ചു വെച്ചതിന് ശേഷം നമുക്ക് സോയാബീൻ ഇടാൻ പറ്റുള്ളൂ കേട്ടോ. സോയാബീൻ അതിൻ്റെ ഇടയ്ക്ക് ഇതാ ഞാനിങ്ങനെ നല്ലോണം ചൂടുവെള്ളത്തിലിട്ടിട്ട് പിന്നെ കുതിർത്ത് കഴുകി വെള്ളം പിഴിഞ്ഞെടുത്തത് കേട്ടോ. വെള്ളമൊന്നും ഉണ്ടാവില്ല അതിൽ, വെള്ളമൊക്കെ പിഴിഞ്ഞ് മാറ്റി വെച്ചത് നല്ലതാണല്ലോ. അപ്പം ഇതിൻ്റെ ചാപ്സൊക്കെ ഉണ്ടാവും കേട്ടോ. അതൊക്കെ നല്ല ടേസ്റ്റാണ്. അതൊക്കെ ഉണ്ടാക്കുമ്പോൾ ഞാൻ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഇതാ സോയാബീന് നന്നായിട്ട് വെള്ളമൊക്കെ ഊറ്റി വെച്ചതാണേ. അപ്പോൾ ഇത് നമ്മളിത് നന്നായിട്ട് വഴണ്ട് വന്നതിന് ശേഷം മസാലയൊക്കെ ചേർക്കണം. ഏകദേശം നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പൊടികളൊക്കെ ചേർക്കാം. അപ്പോൾ ഞാനിവിടെ പൊടികളെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഇവിടെ പൊടികളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഇതൊരു 1/4 ടീസ്പൂണ് മല്ലിപ്പൊടി ആട്ടോ ഇട്ടത്, 1 സ്പൂണ് മുളക് പൊടിയും 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയാണ് ചേർത്തത് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ നമുക്കിത് ഇതിലേക്ക് ഇടാം. ഒരുപാട് മസാല ഇട്ട് കഴിഞ്ഞാൽ സോയാബീന് ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ കുറച്ച് മസാല ഇട്ടാലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇതൊന്നും അങ്ങനെ മസാല പിടിക്കുന്ന ഒരു ഐറ്റം അല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് മസാല ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഈ മസാലേൻ്റെ ആ ഒരു കുത്തുമണമൊക്കെ ഒന്ന് പോകട്ടെ. എന്നിട്ട് നമുക്ക് സോയാബീൻ ഇടാം കേട്ടോ. ഇനി നമുക്കിതാ ഇതിലേക്ക് ഈ സോയാബീനില്ലേ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കും. അതിൻ്റെ ഇടയ്ക്ക്
ഗ്യാസ് ഒന്ന് സിമ്മാക്കട്ടെ. നന്നായിട്ട് ഇളക്കി കൊടുക്കട്ടോ. ഞാൻ ആ ഉള്ളി വാട്ടിയ സമയത്തുള്ള ഉപ്പിട്ടതാണ്. ഈ നോക്കിയിട്ട് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഉപ്പിട്ടാൽ മതി. ഇപ്പോൾ അതിലേക്ക് ഞാനൊരു 1/4 ടീസ്പൂണ് ഗരം മസാലയും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഒരു ലേശം വെള്ളം ചേർക്കണേ. ഇപ്പോഴിതാനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം കേട്ടോ. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് നല്ലോണം വേവാൻ വേണ്ടിയിട്ട്. ആ മുളക് പൊടിയൊക്കെ ആക്കിയ പാത്രത്തിൽ ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇത് ചട്ടി കിടന്ന് നന്നായിട്ട് വേവട്ടെ. അതാ നമുക്കിത് അടച്ചു വയ്ക്കാം കേട്ടോ. അപ്പോൾ ഇതാ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണേ. ഞാനത് തുറന്ന് നോക്കിയിട്ട് അപ്പോൾ ഇതിലേക്ക് നമ്മുടെ ഈ മസാലയൊക്കെ ഉണ്ടാവുമല്ലോ, സോയാബീനിൽ അങ്ങനെ മസാല പിടിക്കില്ല. അപ്പോൾ അതൊക്കെ ആ കുത്ത് ഇങ്ങനെ എന്താ പറയുക, കുത്തിട്ട് ചൊവ ഉണ്ടാവുമല്ലോ, ആ ചൊവയിൽ നിന്ന് ഒഴിവാക്കാനായിട്ട് ഞാൻ കുറച്ച് ഒരു സാധനം ഉപയോഗിക്കുന്നുണ്ടേ. ആ സാധനമാണ് കുറച്ച് ടൊമാറ്റോ സോസ്. അപ്പോൾ അത് ചേർക്കുമ്പം ഈ കഴിക്കാത്ത കുട്ടികളൊക്കെ വേണമെങ്കിൽ കഴിച്ചോളൂ. അപ്പോൾ കുറച്ച് ചേർക്കണം കേട്ടോ. ആ ഒരു എരിവും മസാലയൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം കൂടെ ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ടാണേ. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ. അപ്പോൾ വെറും മുളകും ഇതും തന്നെയാകുമ്പം ഭയങ്കര ഒരു ടേസ്റ്റ് ആവില്ല. അപ്പോൾ ഇതൊന്നും ആകുമ്പോൾ അത്ര നമുക്കൊരു ഇതുണ്ടാവില്ല. അപ്പോൾ ഒരു ലേശം ഒരു പുളിപ്പും ഇച്ചിരി ഒരു മധുരമൊക്കെ കൂടെ ആയിട്ട് ഉണ്ടാവും. അപ്പോൾ ഇതാ നമ്മുടെ സോയാബീൻ്റെ സബ്ജി ഇങ്ങനെ റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ ഡ്രൈ ആയി എടുക്കുമ്പോഴാണ് അത് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. ഈ ക്യാപ്സിക്കൊക്കെ ഇട്ടതുകൊണ്ട് അതിൻ്റെ ഒരു ടേസ്റ്റും ഒക്കെ ഉണ്ടാവും. ഞാൻ വേറെ ഉപ്പൊന്നും ചേർത്തില്ല. നേരത്തെ ഇട്ട ഉപ്പെല്ലാം കറക്റ്റ് ആയിരുന്നു. അതുകൊണ്ട് ഞാൻ വേറെ ഉപ്പൊന്നും ചേർക്കേണ്ടി വന്നില്ല കേട്ടോ. അപ്പോൾ ഇതാ ഇങ്ങനെയാണ് എൻ്റെ സോയാബീൻ സബ്ജി. ഇത് അടച്ച് വയ്ക്കാം.